ഇന്ന് റവ ലഡുവാണ് ചെയ്തെടുക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റ്സാണിത്. ഇതിനു വേണ്ടി ഞാൻ കുറച്ച് പാലിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ചേർക്കുന്നത് ലഡുവിനൊരു കളർ കിട്ടാൻ വേണ്ടിയാണ്. പിന്നെ ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നെയ്യൊക്കെ ഒന്ന് മെൽറ്റായി വരുമ്പോൾ അണ്ടിപ്പരിപ്പ് ഫ്രൈ ചെയ്തെടുക്കണം. ഒന്ന് ബ്രൗൺ കളറായാൽ മതി. പിന്നെ മുന്തിരി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ശേഷം ഇതൊന്ന് മാറ്റി വെച്ച് കൊടുക്കണം. പിന്നെ ഇതേ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ കൂടി നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശേഷം റവ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1 കപ്പ് റവയാണ് എടുക്കുന്നത്. ചെറിയൊരു ക്വാണ്ടിറ്റിയേ ചെയ്തെടുക്കുന്നുള്ളൂ. ഈ റവയൊക്കെ നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം. കളറൊന്നും മാറേണ്ട ആവശ്യമില്ല. നല്ലപോലെ ഒന്ന് വറുത്ത് കിട്ടിയാൽ മതി. റവ നല്ലപോലെ വറുത്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ചേർത്ത് കൊടുക്കുമ്പോൾ തേങ്ങയൊന്ന് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തതിന് ശേഷം ചേർത്ത് കൊടുത്താൽ മതി. ഞാനിതൊന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ തേങ്ങ ഇതുപോലെ വലിയ പീസായിട്ട് നിൽക്കും. നമുക്ക് ഉരുട്ടിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഈ റവയും തേങ്ങയൊക്കെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കുറച്ച് ടൈമൊന്ന് വറുത്തതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ചൂടൊന്ന് മാറി വരുമ്പോൾ ഞാനിതൊന്ന് മിക്സിയിലിട്ട് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് ഞാനൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. സ്റ്റൗ ഓൺ ചെയ്തിട്ടില്ല. ഈ സമയത്ത് 1/2 കപ്പ് പഞ്ചസാര 2 ഏലക്കായും ചേർത്ത് പൊടിച്ചെടുത്തതാണ്. ഇത് ചേർത്ത് കൊടുക്കണം. ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ചെറുതായി ഒന്ന് ചൂടാറിയതിന് ശേഷം ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്ത് കൊടുക്കണം. പിന്നെ തിളപ്പിച്ച് വെച്ച പാല് ചേർത്ത് കൊടുക്കണം. കുറച്ചായി ചേർത്ത് കൊടുക്കാം. ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. വീണ്ടും കുറച്ച് പാല് ചേർത്ത് മിക്സ് ചെയ്തെടുക്കണം. പാലിനധികം ചൂടൊന്നുമില്ല. നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന പാകത്തിനൊന്ന് കുഴച്ചെടുക്കാം. പിന്നെ കയ്യിൽ കുറച്ച് നെയ്യാക്കി കൊടുക്കണം. ശേഷം ഇതൊന്ന് ഉരുട്ടിയെടുക്കണം. ബാക്കിയുള്ളത് കൂടി ഇതുപോലെ ചെയ്തെടുക്കണം. റവ ലഡു റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.